إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون والسماء ذات البروج واليوم الموعود وشاهد ومشهود സ്നേഹാദരണീയരായ വിശ്വാസിനികളെ സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വർഷത്തിലെ ഏറ്റവും മഹത്തായ ദിവസങ്ങളിൽ ഒരു ദിവസവും ആഴ്ചയിലെ 7 ദിവസങ്ങളിലെ നേതാവ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വെള്ളിയാഴ്ച ദിവസവും ഒത്തുവന്നിട്ടുള്ള സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഅബാലയം ലക്ഷ്യം വെച്ചെത്തിയ ഹജ്ജാജികൾ അവരുടെ സുപ്രധാനമായ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ മുൻ വർഷങ്ങളിൽ ഹജ്ജ് ചെയ്തവരിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. ഇത്തവണ ഹജ്ജിന് പോയിട്ടുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ലാത്തവർക്ക് അതിന് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹജ്ജിൻ്റെ സുപ്രധാനമായ കർമ്മങ്ങളാണ് അൽ മബീതു ബി മിന, മിനയിൽ രാപ്പാർക്കൽ, അൽ വുഖൂഫു ബി അറഫ, അറഫയിൽ നിൽക്കൽ, അൽ മബീതു ബി മുസ്ദലിഫ, മുസ്ദലിഫയിൽ താമസിക്കൽ, തവാഫുൽ ഇഫാല, ഹജ്ജിൻ്റെ ഭാഗമായുള്ള തവാഫ്, റമ്യുൽ ജംറാത്ത്, ജംറകളിൽ എറിയൽ, ദബ്ഹുൽ ഹദിയ്, ആടിനെ അറവ് നടത്തൽ, അൽ ഹൽഖു ഔ തക്സീർ, മുടി മുണ്ടനം ചെയ്യുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്യൽ. ഈ കർമ്മങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ അവയെല്ലാം നടക്കുന്നത് 5 ദിവസങ്ങളിലായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ദുൽഹിജ്ജ 8 യൗമുത് തർവിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ദിവസം. മറ്റൊന്ന് ദുൽഹിജ്ജ 9 യൗമു അറഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ദിവസം. മറ്റൊന്ന് ദുൽഹിജ്ജ 10 യൗമുൻ നഹർ, അറവ് നടത്തുന്ന ദിവസം എന്നറിയപ്പെടുന്ന ദിവസം. മറ്റു 3 ദിവസങ്ങൾ അയ്യാമുത്ത ശരീഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളാണ്. ഈ 5 ദിവസങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തായ ദിവസം യൗമു അറഫ, അറഫ ദിവസമാണ്. അറഫ ഇല്ലാത്തവന് ഹജ്ജില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അറഫ, അറഫ എന്ന് പറഞ്ഞാൽ അതുതന്നെ ഹജ്ജ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതുതന്നെ അറഫയാണ് എന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം രോഗിയായ ഒരു ഹാജിയാണെങ്കിൽ പോലും ആംബുലൻസിൽ കൊണ്ടുവന്ന്
അറഫയിലുള്ള ആ പ്രത്യേക ഹോസ്പിറ്റലിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രം വർക്ക് ചെയ്യുന്ന ഓപ്പണാകുന്ന ഹോസ്പിറ്റലിൽ അറഫ ദിവസത്തിൽ കിടത്തുകയാണ്. എന്തുകൊണ്ട്? അല്ലെങ്കിൽ അവർക്ക് ഹജ്ജ് ലഭ്യമല്ല എന്നതുകൊണ്ട്. അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്, ഒരു ദിവസമാണ് യൗമു അറഫയും അറഫ മൈതാനിയുമെങ്കിൽ സഹോദരങ്ങളെ, എന്താണ് അറഫയുടെ മഹത്വം എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ പാടില്ല. പാപങ്ങളേതും പൊറുക്കപ്പെടുന്ന, പ്രാർത്ഥനകൾക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്ന, നരകമോചനത്തിന് സഹായകമായി തീരുന്ന ദിവസമാണ് മഹത്തായ അറഫ ദിവസമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാം ഉൾക്കൊള്ളുന്ന ഈ ആദർശം, ഇസ്ലാം എന്ന സന്ദേശം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദിന്റെ സന്ദേശം, ഇത് പൂർണ്ണമായത് ഒരു അറഫ ദിവസമായിരുന്നു. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ കടന്നു വരികയാണ്. അന്ന റജുലൻ മിനൽ യഹൂദ്, യഹൂദിയായ ജൂതനായ ഒരു മനുഷ്യൻ വരികയുണ്ടായി. ഖാല ലഹു, എന്നിട്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, വിശ്വാസിയുടെ നേതാവേ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ, നിങ്ങൾ പാരായണം ചെയ്യുന്ന നിങ്ങളുടെ ഗ്രന്ഥത്തിലെ ഒരു ആയത്തുണ്ട്. ലൗ അലൈനാ മഅ്ശറൽ യഹൂദ് നസലത് ലത്തഖദ്നാ ദാലിക്കൽ യൗമ ഈദാ, ഞങ്ങൾ ജൂതന്മാർക്കായിരുന്നു ആ ആയത്ത് ഇറങ്ങിയിരുന്നത് എങ്കിൽ ഞങ്ങൾ അതിനെ ഒരു സന്തോഷ ദിവസമായി, ഒരു ആഹ്ലാദത്തിന്റെ ദിനമായി എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജൂതനായ മനുഷ്യൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ആയത്തോതുകയാണ്. അയ്യു ആയ എന്ന് ചോദിച്ചപ്പോൾ ജൂതൻ പാരായണം ചെയ്യാൻ തുടങ്ങി. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. വിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം ആ ജൂതൻ ഓതുകയാണ്. അൽ യൗം, ഇന്നേ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം, നിങ്ങളുടെ ആദർശം, നിങ്ങളുടെ സന്ദേശം, ഈ സത്യസന്ദേശം നാം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ നാം ചൊരിഞ്ഞ് പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ്. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി നാം തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയാണ് എന്നർത്ഥം വരുന്ന ആയത്ത് ജൂതൻ ഓതിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദ് അറഫ്നാ ദാലിക്കൽ യൗം വൽ മകാന അല്ലദീ നസലത് ഫീഹി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ദിവസം ഏതാണ് എന്നും അത് എവിടെ വെച്ചാണ് ഇറങ്ങിയത് എന്നും എനിക്ക് കൃത്യമായി അറിയും എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹുവ ഖായിമുൻ ബി അറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത ദുൽഹിജ്ജ 9 അറഫയിൽ നിന്ന സന്ദർഭത്തിലാണ് ആ ആയത്ത് ഇറങ്ങിയത്. യൗമ ജുമുഅ, അതൊരു വെള്ളിയാഴ്ച ദിവസവുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ദീൻ പൂർത്തിയാക്കാൻ, നമുക്ക് വേണ്ടി അത് പൂർത്തീകരിച്ചു തരാൻ നമ്മുടെ റബ്ബ് തെരഞ്ഞെടുത്ത ദിവസമാണ് ദുൽഹിജ്ജ 9 യൗമു അറഫ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ പേര് തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള, വിശേഷണങ്ങൾ വേറെയും പരാമർശിക്കപ്പെട്ടിട്ടുള്ള ദിവസമാണ് യൗമു അറഫ, അറഫ ദിവസം. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 198, 199 ആയത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, അള്ളാഹു ഹജ്ജിന്റെ കർമ്മങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞു, ഫൈദാ അഫൽതും മിൻ അറഫാത്ത് ഫദ്കുറുല്ലാഹ് ഇൻദൽ മശ്അരിൽ ഹറാം, നിങ്ങൾ അറഫയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മശ്അറുൽ ഹറമിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണേ. അറഫയിൽ നിന്ന് നിങ്ങൾ പോയാൽ എന്ന് അറഫ മൈതാനിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ആ പേര് തന്നെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സത്യം ചെയ്തു പറയാൻ ഉപയോഗിച്ചിട്ടുള്ള ധാരാളം കാര്യങ്ങളിലെ ഒരു കാര്യമാണ് അറഫ മൈതാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വസ്സമാഇ ദാത്തുൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. അല്ലാഹു പഠിപ്പിക്കാണ് സൂറത്തുൽ ബുറൂജിന്റെ തുടക്കത്തിൽ, വസ്സമാഇ ദാത്തിൽ ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. വൽ യൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷ്യം വഹിക്കുന്നതും സാക്ഷ്യം വഹിക്കപ്പെട്ട കാര്യവും തന്നെയാണ് സത്യം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു,
ഖാല ഫി ഹാദിഹിൽ ആയ, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വശാഹിദിൻ വമഷ്ഹൂദ് എന്ന ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഷ്ഷാഹിദു യൗമുൽ ജുമുഅ, സാക്ഷ്യം വഹിക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. വൽ മഷ്ഹൂദു, സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമു അറഫ, അറഫ ദിവസമാണ്. വൽ മൗഊദ്, ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ഖിയാമ, അന്ത്യദിനമാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് മഷ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെട്ട സ്ഥലം എന്ന് അറഫക്ക് പേര് വന്നത് എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ അഖദൽ മീസാഖ മിൻ ലഹരി ആദം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് അല്ലാഹു ബിനഅമാൻ യൗമൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ദിവസം, നഅമാൻ എന്ന് പറയുന്ന സ്ഥലം അഥവാ അറഫയുടെ ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട അഥവാ മനുഷ്യ സമൂഹത്തെ മുഴുവൻ, അവരുടെ ആത്മാവുകളെ അല്ലാഹു പുറത്തെടുത്തു. വഅഖ്റജ മിൻ സുൽബിഹി കുല്ല ദുർരിയത്തിൻ ദറഅഹ, സൃഷ്ടിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാവുകൾ ഒരുമിച്ച് കൂട്ടി. ഫനസറഹും ബൈന യദൈഹി കദ്ദർ, ഉറുമ്പ് പോലെ ചെറുജീവികളെ പോലെ തൻ്റെ മുന്നിൽ അവയെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി. സുമ്മ കല്ലമഹും ഖിബല, എന്നിട്ട് മുഴുവൻ മനുഷ്യ സമൂഹത്തോടായി അല്ലാഹു സംസാരിച്ചു. അല്ലാഹു ആ സമയത്ത് എന്താണ് ചോദിച്ചത്? വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിന്റെ 172 നമുക്ക് കാണാം, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം, ആദം സന്തതികളിൽ നിന്ന് അല്ലാഹു സ്വീകരിച്ച സന്ദർഭം, മിൻ ളുഹൂരിഹിം ദുരിയതഹും, അവരുടെ സന്താന പരമ്പരയിൽ നിന്നും മുഴുവൻ മനുഷ്യരിൽ നിന്നും മുതുകുകളിൽ നിന്ന് അല്ലാഹു കരാർ വെച്ച സന്ദർഭം. വഅശ്ഹദഹും അലാ അൻഫുസിഹിം, അവരെ തന്നെ അതിന് സാക്ഷ്യം വഹിപ്പിക്കുകയും ചെയ്ത സന്ദർഭം. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? മുഴുവൻ മനുഷ്യരോടായി, പരലോകത്ത് മനുഷ്യൻ ഇഹലോകത്തേക്ക് വരും മുമ്പ് മുഴുവൻ മനുഷ്യരോടായി അല്ലാഹു ചോദിച്ച ചോദ്യമാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ രക്ഷിതാവ്? ആ സമയത്ത് ഖാലു, ഖുർആൻ പഠിപ്പിക്കാണ്, ആ മുഴുവൻ മനുഷ്യരും പറഞ്ഞു, ബലാ, അതേ റബ്ബേ, ഷഹിദിനാ, ഞങ്ങളതിന് സാക്ഷിയാണ്, ഞങ്ങളതിന് സാക്ഷിയാണ്. ആ സാക്ഷ്യം വഹിച്ച സ്ഥലം അറഫയിൽ വെച്ചായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി ഇമാം അഹ്മദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. എന്നിട്ട് ആയത്തിൻ്റെ തുടർച്ചയായി അള്ളാഹു പറഞ്ഞു, അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഞങ്ങളൊന്നും ഇത് അറിഞ്ഞിരുന്നില്ല എന്ന് ഇനി പരലോകത്ത് വരുമ്പോൾ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ നിങ്ങളെ കൊണ്ട് കരാറെടുപ്പിച്ചത്. അതുപോലെ തന്നെ അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബൽ വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം, ഞങ്ങൾക്ക് മുമ്പ് പലരും ഇങ്ങനെ ശിർക്ക് ചെയ്തു പോയി, അത് സത്യമാണെന്ന് വിചാരിച്ച് ഞങ്ങളും ചെയ്തതാണ് എന്ന് നിങ്ങൾ പറയാതിരിക്കാനാണ് നിങ്ങളെ കൊണ്ട് അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ ബല, അതെ, ഷഹിദിന, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു എന്ന് പറയിപ്പിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ മഷ്ഹൂദ്, ആ സാക്ഷ്യം വഹിച്ച ദിവസമാണ് യൗമു അറഫ. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വശഫ്ഇ വൽ വതർ, ഇരട്ടയും ഒറ്റയും തമ്മിൽ തന്നെ സത്യം, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വശഫ്ഉ, ഇവിടെ ഇരട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ 10 യൗമുൻ നഹർ, ബലിപെരുന്നാൾ ദിവസമാണ്. വശഫ്ഉ, ഒറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ വിത്തർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമു അറഫ, അറഫ ദിവസമാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിൽ പ്രധാനപ്പെട്ട സന്തോഷ ദിനങ്ങൾ അത് ഈ ഒരു അറഫ ദിവസം അടങ്ങുന്ന ദിവസങ്ങളാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യൗമു അറഫ, അറഫ ദിവസവും, വയൗമുൻ നഹർ, തൊട്ടടുത്ത അറവ് നടത്തുന്ന ദിവസവും, വഅയ്യാമു തശ്രീഖ്, പിന്നീടുള്ള 3 ദിവസവും, ഈദുനാ അഹ്ലൽ ഇസ്ലാം, മുസ്ലിമീങ്ങളെ നമുക്ക് സന്തോഷ ദിവസമാണ്, വിശ്വാസികളെ നമ്മുടെ സന്തോഷ ദിവസമാണ് അറഫാ ദിനവും ബലിപെരുന്നാൾ ദിവസവും തുടർന്നുള്ള 3 ദിവസവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരത്തെ നാം പറഞ്ഞ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് ഓതിപ്പോകവേ തൊട്ടടുത്ത് കേട്ടിരുന്നൊരു ജൂതൻ പറഞ്ഞു, ഞങ്ങൾക്കായിരുന്നുവെങ്കിൽ ഇതൊരു സന്തോഷ ദിനമാകുമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുകയാണ്,
ഫഇന്നഹാ നസലത് ഫീ ഈദൈനി, എന്നാൽ ഞങ്ങൾക്ക് 2 സന്തോഷ ദിവസത്തിലാ അത് ഒത്തുവന്നിട്ടുള്ളത്. ഇത്തഫഖ, 2 സന്തോഷ ദിവസങ്ങൾ ഒത്തുവന്ന ദിവസത്തിലാ അത് ഇറങ്ങിയത്. ഫി യൗമിൻ വാഹിദ്, അത് ഒരു ദിവസം ഒത്തുവന്നു. യൗമ ജുമുഅ, ഒന്ന് വെള്ളിയാഴ്ചയായിരുന്നു. വാഫഖ ദാലിക യൗമു അറഫ, അത് അറഫ ദിവസത്തോട് യോജിച്ചും വന്നിരുന്നു. ഞങ്ങൾക്കും അത് സന്തോഷ ദിവസം തന്നെയാണ്, ഞങ്ങൾക്കും അത് പെരുന്നാൾ ദിവസം തന്നെയാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് അള്ളാഹു തൻ്റെ അടിമകളെ മോചിപ്പിച്ച് സ്വർഗാവകാശികളാക്കി മാറ്റുന്ന ഏറ്റവും മഹത്തായ ദിവസമാണ് അറഫ ദിവസം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അയ്യുതികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫ ദിവസത്തെക്കാളും തൻ്റെ അടിമകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവും ഇല്ല. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് ഹജ്ജിന് പോയ ദുൽഹിജ്ജ 9 അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് മാത്രം ബാധകമായ കാര്യമല്ല, മറിച്ച് തൗബ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട്, ദിക്റ് കൊണ്ട്, ദുആ കൊണ്ട്, ഇബാദത്ത് കൊണ്ട്, നോമ്പ് കൊണ്ട്, ആരാധനാ കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് മോചിതരാകാൻ അറഫയിൽ നിൽക്കാത്ത വ്യക്തികൾക്കും ആ ദിവസത്തിൽ സാധിക്കും എന്നാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു തൻ്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ ദിവസം അത് യൗമു അറഫ, അറഫ ദിവസമാണ് എന്ന് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹു ആ ദിവസം മലക്കുകളോട് അഭിമാനം നടിക്കും. അള്ളാഹു മലക്കുകളോട് മേനി പറയും. തൻ്റെ അടിമകളെ നോക്കിക്കൊണ്ട് അള്ളാഹു പറയും, വഇന്നഹു ലയദ്നു, ആകാശലോകത്തേക്ക് ഇറങ്ങി വന്ന് തൻ്റെ അടിമകളോട് അടുത്തു നിന്ന്, സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, അവരെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹു മലക്കുകളോട് അഭിമാനം നടിക്കും. ചില ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹി മലായികതഹു അശിയത അറഫ ബി അഹ്ലി അറഫ. അറഫ ദിവസം അറഫയിൽ നിൽക്കുന്ന ആളുകളിലെ നോക്കിക്കൊണ്ട് അള്ളാഹു തൻ്റെ മലക്കുകളോട് അഭിമാനം നടിച്ചുകൊണ്ട് പറയും, ഉൻദുറു ഇലാ ഇബാദി, എൻ്റെ അടിമകളിലേക്കൊന്നു നോക്കൂ, എൻ്റെ അടിമകൾ ഇതാ വന്നു നിൽക്കുന്നു. അതൗനി ശുസൻ ഗുബറ, പൊടിപുരണ്ട മുടി ജടകുത്തിയ അവസ്ഥയിൽ, ഒന്നും കാര്യമാക്കാതെ ഭൗതികമായ ചിന്തകളില്ലാതെ എൻ്റെ അടിമകൾ എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നിതാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ നോക്കി, അറഫ ദിവസത്തിൽ അറഫയിൽ നിൽക്കുന്നവരെ നോക്കി മലക്കുകളോട് അഭിമാനം നടിക്കുമെന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരാൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള അവൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ ഏറ്റവും മഹത്തായ പ്രാർത്ഥന, ഏറ്റവും ഖൈറായ പ്രാർത്ഥന അറഫ ദിവസത്തിൽ നടത്തുന്ന പ്രാർത്ഥനയാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ. ഖൈറുദ് ദുആ, ഒരു മനുഷ്യൻ നടത്തുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ഖൈറായ പ്രാർത്ഥന ദുആഉ യൗമി അറഫ, അറഫ ദിവസം നടത്തുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ചെന്ന് നിൽക്കുന്നവർക്ക് മാത്രമല്ല, ആ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നവർക്കും അതിന് മഹത്വമുണ്ട് എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, എന്താണ് യഥാർത്ഥത്തിൽ അറഫയാണ് ഹജ്ജ് എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് അറഫക്ക് ഇത്ര മഹത്വമുണ്ടായത്? എന്താണ് അറഫയിൽ സംഭവിക്കുന്നത്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് ഹജ്ജ് ചെയ്ത വർഷം അറഫയിൽ എല്ലാവരും ദുൽഹിജ്ജ 9 ഒരുമിച്ച് കൂടിയ സന്ദർഭം, സ്വഹാബികൾ ഓരോരുത്തരും അവിടെ ഇരുന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. പലരും ദിക്റിലാണ്, പലരും ദുആയിലാണ്. അല്ലാഹുവേ, പാപങ്ങൾ പുറത്തു തരണേ എന്നാണ് അവർ ഏറ്റവും പ്രധാനമായും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകൻ വഖഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അറഫാത്ത്, പ്രവാചകൻ അറഫയിൽ നിൽക്കുകയായിരുന്നു. വഖാദത്തി ശംസു അൻ തഊബ്, സൂര്യൻ അസ്തമിക്കാൻ സമയമായി. ഫഖാൽ, അപ്പോൾ പ്രവാചകൻ ബിലാലിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബിലാൽ അൻസുതി അന്നാസ്, ബിലാലെ, ജനങ്ങളോടൊക്കെ എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയൂ ബിലാൽ. ഓരോരുത്തരും പ്രാർത്ഥനയിലും ദിക്റിലും ദുആയിലുമായ സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു അവരോടൊക്കെ പറഞ്ഞു, അൻസിതൂ ലി റസൂലില്ലാഹ്, അൻസിതൂ ലി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് ശ്രദ്ധിക്കൂ, പ്രവാചകൻ എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സാഗൂതം ശ്രദ്ധിച്ചു, കാതുകൾ കൂർപ്പിച്ചു. ഈ സമയത്ത് ഞങ്ങളുടെ നേതാവിന് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ
അവർ ശ്രദ്ധിക്കുകയാണ്. റസൂലുള്ള ഇടയ്ക്കിടെ പറയുന്നുണ്ട്, ഇന്നൊക്കെ ശേഷം നിങ്ങളെ ഞാൻ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല, ഇനിയും നിങ്ങളോടൊപ്പം ഒരു ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഖുദു അന്നി മനാസികക്കും, ഖുദു അന്നി മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ കണ്ടുപഠിച്ചോ എന്ന് റസൂലുള്ള ഇടയ്ക്കിടെ പറയുന്നുണ്ട്. ആ പ്രവാചകൻ പറയുന്നു, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ എന്ന്. എല്ലാവരും ശ്രദ്ധിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മആശിറന്നാസ്, ജനസമൂഹമേ, അതാനി ജിബ്രീലു ആനിഫ, തൊട്ടു മുമ്പെൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നിരുന്നു. ഫഅഖറഅനി മിർ റബ്ബിയസ്സലാം, എൻ്റെ റബ്ബിൽ നിന്നുള്ള സലാം എന്നെ അറിയിക്കുകയുണ്ടായി. വഖാൽ, എന്നിട്ട് ജിബ്രീൽ എന്നോട് പറഞ്ഞു, ഇന്നല്ലാഹ ഗഫറ ലിഅഹ്ലി അറഫാത്തി അജ്മഈൻ, ഈ അറഫയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞു, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. അവർ ആഗ്രഹിക്കുന്നത് പാപമോചനമാണ്. അവർ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിക്കുന്നത് അല്ലാഹു മഗ്ഫിർലി, അല്ലാഹു മഗ്ഫിർലി, അല്ലാഹുവേ പൊറുത്തു തരണേ എന്നാണ്. ഈ ഉമ്മത്തിനോട് ഏറെ സ്നേഹമുള്ള ഉമർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഹാദാ ലനാ ഖാസ്സ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച സ്വഹാബികളായ ഞങ്ങൾക്ക് മാത്രമുള്ളതാണോ ഇത്? ഖാല, അവിടുന്ന് പറഞ്ഞു, ഹാദാ ലക്കും വലിമൻ അതാ മിൻ ബഅദിക്കും ഇലാ യൗമിൽ ഖിയാമ, ഇത് നിങ്ങൾക്കും അന്ത്യനാൾ വരെ, ലോകാവസാനം വരെ, ദുൽഹിജ്ജ 9 ഈ അറഫയിൽ വന്നു നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും കിട്ടുന്ന ഖൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പഠിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹു എത്ര നന്മകൾ ചൊരിയുന്നു, അള്ളാഹു എന്തെല്ലാം നന്മകളാണ് നമുക്ക് ചൊരിയുന്നത് എന്ന് സന്തോഷത്തോടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അവിടെ ഒന്ന് ചെന്ന് നിൽക്കണം. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ദുൽഹിജ്ജ 9 ഹജ്ജിൻ്റെ ഭാഗമായി അറഫയിൽ ചെന്ന് നിൽക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, അവിടെ എത്തിയിട്ടില്ലാത്ത നമുക്ക് ദുൽഹിജ്ജ 9 ബാധകമായ കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോമ്പ് തന്നെയാണ്. ദിക്റുകളും ദുആവുകളും അധികരിപ്പിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മളുള്ളതെങ്കിലും ദുൽഹിജ്ജ 9 നമുക്ക് അനുഷ്ഠിക്കാനുള്ള പ്രത്യേക കർമ്മം അത് നോമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ, അറഫ ദിവസത്തിൻ്റെ നോമ്പുണ്ടല്ലോ, ഇന്നി അഹ്തസിബു അലല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഞാൻ അതിന് കണക്കാക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, അയുകഫിറ സനത്തല്ലതി ബഅദഹു വസ്സനത്തല്ലതി ഖബ്ലഹു, കഴിഞ്ഞ ഒരു വർഷത്തെയും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തു കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, ചെറു പാപങ്ങൾ പ്രത്യേകിച്ചും മായ്ക്കപ്പെടാനുള്ള അവസരമാണ് ദുൽഹിജ്ജ 9 നോമ്പ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നോമ്പ് അനുഷ്ഠിക്കാൻ നാം തയ്യാറാവുക. ധാരാളം നന്മകൾ ചെയ്യുക, റബ്ബിലേക്ക് കൂടുതൽ അടുക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വളരെ മഹത്തായ ഒരു ദിവസമാണ് അറഫ ദിവസമെന്നും ആ ദിവസത്തിനും ആ സ്ഥലത്തിനും ധാരാളം പ്രത്യേകതകളുണ്ട് എന്നും ഹജ്ജിൻ്റെ ഏറ്റവും മർമ്മഭാഗമാണ് അറഫയിൽ നിൽക്കലെന്നും ഇസ്ലാം പൂർണ്ണമായ ദിവസമാണ് അറഫ ദിവസമെന്നും ഖുർആനിൽ പേര് തന്നെയും പരാമർശിക്കപ്പെട്ടിട്ടുള്ള ദിനമാണ് അറഫ ദിനമെന്നും ഖുർആൻ സത്യം ചെയ്തു പറയാൻ ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ് മഷ്ഹൂദ് അഥവാ സാക്ഷ്യം വഹിച്ച ആ സ്ഥലമെന്നും ഇസ്ലാമിലെ സന്തോഷ ദിനങ്ങളിൽ എണ്ണപ്പെടുന്ന ഒരു ദിവസമാണ് അറഫ ദിവസമെന്നും മലക്കുകളോട് അള്ളാഹു മേനി പറയുന്ന ദിവസമാണ് അറഫ ദിവസമെന്നും ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അടങ്ങുന്ന ദിവസമാണ് അറഫ ദിവസമെന്നുമൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മഹത്തായ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അതിനോടൊന്നുകൂടി ചേർത്തി പറഞ്ഞു,
ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞതിൽ ഏറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവന് പങ്കുകാരില്ല, ലഹുൽ മുൽക്ക് ലഹുൽ ഹംദ് വലഹുൽ അവനാണ് രാജാധികാരം, അവനാണ് സർവസ്തുതിയും, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. സഹോദരങ്ങളെ, ഹജ്ജിലൂടെ അറഫയിലൂടെ ഈ ദിനങ്ങളിലൂടെ ഒരു വിശ്വാസിക്ക് പ്രഖ്യാപിക്കാനുള്ള പ്രഖ്യാപനം അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അവനല്ലാതെ ഇബാദത്ത് ചെയ്തുകൂടാ എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണ് എന്നുകൂടി ഇതിനോട് ചേർത്തി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച, പ്രവാചകൻ പഠിപ്പിച്ച അദബുകൾ, മര്യാദകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചാൽ ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ തൻ്റെ ഉരുവിനെ അറുത്തു കഴിയുന്നതുവരെ നഖമോ മുടിയോ നീക്കാൻ പാടില്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചുവെങ്കിൽ അത് നാം സ്വീകരിക്കുകയും, എന്നാൽ പഠിപ്പിക്കാത്ത പലതും ആളുകൾ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ആ ദിവസങ്ങളിൽ പിന്നീട് ചെടി പറിക്കാൻ പാടില്ല, കാട് വെട്ടാൻ പാടില്ല, നിലത്ത് കൊത്താൻ പാടില്ല, പ്രത്യേകിച്ച് അറഫ ദിവസത്തിൽ അതൊക്കെ വലിയ ഒരു അപകടമുണ്ടാക്കും എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുന്ന അവസ്ഥയും സമൂഹത്തിൽ നാം കാണുകയാണ്. അതുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതും ഏതെന്ന് മനസ്സിലാക്കി ഉള്ളതിനെ ഉൾക്കൊള്ളാൻ, ഇല്ലാത്തതിനെ തള്ളാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. പെരുന്നാൾ ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ഈ മുൻവശത്തുള്ള ഒഴിഞ്ഞ സ്ഥലമാണ് ഇത്തവണ പെരുന്നാൾ നമസ്കാരത്തിന് നാം ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് രാവിലെ 7:30 ആരംഭിക്കണം. ആ നിലക്ക് തന്നെ എല്ലാവരും മുസല്ലകളിൽ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴയോ മറ്റു തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ പള്ളിയിൽ മാറാൻ കഴിയുന്ന തൊട്ടടുത്ത ഒരു സ്ഥലം എന്ന നിലക്കുള്ള ഒരു സൗകര്യം കൂടി ഇൻഷാ അല്ലാഹ് നമുക്കുണ്ട്. ചെറിയ പെരുന്നാളിൽ നിന്ന് വ്യത്യസ്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കഴിക്കാതെയായിരുന്നു ബലിപെരുന്നാളിന് മുസല്ലകളിൽ ഹാജരായിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം മര്യാദകളും അദബുകളും വിശ്വാസികളെ നാം പാലിക്കുകയും ചെയ്യുക. നമ്മൾ എന്നാണ് അറഫ നോമ്പ് നോൽക്കേണ്ടത്? അവർ അവിടെ അറഫയിൽ നിൽക്കുന്ന സമയം തന്നെ അതിനോട് യോജിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ അതേ സമയം രാത്രിയാകുന്ന രാജ്യക്കാരെന്താണ് ചെയ്യുക? പ്രായോഗികമായതല്ലേ ഇസ്ലാം പറയുകയുള്ളൂ. മാസപ്പിറവി അടിസ്ഥാനത്തിൽ നാം കണക്കാക്കുകയും നമുക്ക് ദുൽഹിജ്ജ 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിക്കാൻ പറഞ്ഞ ആ നോമ്പ് ഹദീസിൽ നമുക്ക് കാണാം. കാനൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു താസിഅ ദിൽഹിജ്ജ, ദുൽഹിജ്ജ 9 നോമ്പനുഷ്ഠിക്കാനാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഹാജിമാർ അറഫയിൽ നിൽക്കുന്നു എന്നതിനോടുള്ള ഒരു ഐക്യദാർഢ്യമല്ല, മറിച്ച് ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ പറയുമ്പോൾ ദുൽഹിജ്ജ 9 ആ നോമ്പെടുക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രബലമായ ശരിയായ അഭിപ്രായം. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ഒരു വിഷയമാണെങ്കിലും ഏറ്റവും പ്രായോഗികമായ ആ ഒരു രീതി നാം സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി അവ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഈ ദിനങ്ങളുടെ പവിത്രതയും മഹത്വവും മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുന്ന സജ്ജനങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹുവേ അവർക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവരുണ്ട്, അതിൽ നിന്ന് മോചനം നൽകണം യാ അല്ലാഹ്. സ്വന്തം മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്, അതിൽ നിന്ന് ആശ്വാസം നൽകണം റഹ്മാനെ. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികളുണ്ട്, അവർക്ക് നീ സ്വാലിഹുകളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ഹജ്ജിനായി പോയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ ഹജ്ജ് ചെയ്ത് തിരിച്ചെത്താൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.